ഹായ് ഓൾ, സൈലത്തിന്റെ മറ്റൊരു HSM മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് HSM മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ഡെഫിനിറ്റ് ഇന്റഗ്രലുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. HSM മാത്തമാറ്റിക്സിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് കാൽക്കുലസ് എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. കാൽക്കുലസ് എന്ന് പറയുന്ന പോർഷനിലാണ് ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കുന്നത്. ആ ഇന്റഗ്രേഷനിൽ ഡെഫിനിറ്റ് ഇന്റഗ്രലുമായി ബന്ധപ്പെട്ടിട്ട് HSA ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നന്നായിട്ട് നോക്കുക, പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്റഗ്രൽ 0 to 1/4 1/√1 - 4x² dx എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രേഷൻ എന്താന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ ഇന്റഗ്രേഷന് ചെറുതായിട്ടൊന്ന് ആൾട്രേഷൻ ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to 1/4 1/√1 - 4x² ഞാൻ 2x² എഴുതി, അല്ലെങ്കിൽ 4x² ഞാൻ 2x² എഴുതി. 2ന്റെ സ്ക്വയർ 4 ആണ്, എക്സിന്റെ സ്ക്വയർ x² തന്നെയാണ്. അപ്പൊ സാധാ പോലെ തന്നെ വരുന്നുണ്ട്. ഈ രൂപത്തിൽ വരുന്ന ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് ജനറൽ ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇന്റഗ്രൽ 1/√(a² - x² എന്ന് പറയുന്ന രൂപത്തിൽ വന്നാൽ അതിന്റെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സൈൻ ഇൻവേഴ്സ് x/a + c എന്നായിരുന്നു. അതേ രൂപത്തിലല്ലേ ഇയാൾ കിടക്കുന്നത്? നോക്കാം. ഇന്റഗ്രൽ 0 to 1/4 1/√(1) നമുക്ക് 1² എന്ന് എഴുതാം, മൈനസ് 4x² ഞാൻ നേരത്തെ എഴുതിയ പോലെ 2x² എന്ന് എഴുതി. അപ്പൊ എന്റെ സ്ഥാനത്ത് അവിടെയുള്ളത് 1 ആണ്, എക്സിന്റെ സ്ഥാനത്ത് അവിടെയുള്ളത് 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് x/a, എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്, ബൈ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് സി ഇല്ല, കാരണം ഡെഫിനിറ്റ് ഇന്റഗ്രൽ കഴിഞ്ഞിട്ടില്ല. എക്സ് ആകുമ്പോഴാണ് ഇങ്ങനെ ഇന്റഗ്രേഷൻ എഴുതുക, സൈൻ ഇൻവേഴ്സ് x/a. പക്ഷെ 2x ആകുമ്പോൾ ഇന്റഗ്രേഷന്റെ കൂടെ താഴെ ഒരു 2ഉം കൂടെ ഇട്ട് വെക്കണം, എന്നാലേ ആ ഇന്റഗ്രേഷൻ എന്താവുള്ളൂ, ശരിയാവുള്ളൂ. ഇനി ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കാം 0 to 1/4. ആദ്യം നമ്മൾ 1/2 എന്ന് പറയുന്ന ആളെ പുറത്തേക്ക് വെക്കുന്നു. ബാക്കി ഉണ്ടായിരിക്കുക സൈൻ ഇൻവേഴ്സ് 2x എന്നാണ്ടായിരിക്കുക. അതിനാദ്യം 1/4 കൊടുക്കുക എക്സിന്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 2 × 1/4 മൈനസ് അടുത്തത് 0 എന്നിട്ട് കൊടുക്കുക, സൈൻ ഇൻവേഴ്സ് 0 എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 1/2 × സൈൻ ഇൻവേഴ്സ് 2 × 1/4 ചെറുതാക്കിയാൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് 1/2 തന്നെ കിട്ടുക, മൈനസ് അവിടെയാണെങ്കിലോ സൈൻ ഇൻവേഴ്സ് 0 എന്നും കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 1/2 × സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 1/2 ആകുന്ന ആംഗിൾ ആരാന്ന്? സൈൻ 1/2 ആകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ π/2 ആ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സൈൻ 1/2 ആകുന്ന ആംഗിൾ ഏതാ? π/2 അല്ലല്ലോ. π/2 എന്ന് പറഞ്ഞാൽ 90 അല്ലേ? സൈൻ 90 വരുമ്പോൾ മറ്റേടത്തേക്കാ പോവാ, 1 ആ വരുന്നത്. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞത് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈൻ 1/2 വരുന്ന ആംഗിൾ ആരാന്നാണ്? സൈൻ 1/2 വരുന്നത് ആംഗിൾ 30 എടുക്കുമ്പോഴല്ലേ. ആംഗിൾ 30 എന്ന് പറഞ്ഞാൽ π/6 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം വരിക 1 × π/2 × 6 12 എന്ന് കിട്ടുന്നുണ്ട്. π/12 ആണ് നമ്മുടെ ഉത്തരം വരിക. ഫോർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഒന്നും കൂടെ പറയാം, ഇത് HSA എക്സാമിനേഷന് പ്രീവിയസ് ഇയറിൽ തമിഴ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇന്റഗ്രൽ 0 to 1/4 1/√1 - 4x². അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇന്റഗ്രൽ 0 to 1/4 1/√1 - 2x² എന്ന് എഴുതി. ദാറ്റ് ഈസ് 1/√1² - 2x² ആക്കി. അതിന് പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് രൂപം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 1/√(a² - x² എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് x/a + c. അപ്പൊ അത് പ്രകാരം ഇന്റഗ്രൽ 1/√1² - 2x² സൈൻ ഇൻവേഴ്സ് 2x/1 എന്ന് എഴുതാം. കഴിഞ്ഞിട്ടില്ല. എക്സ് ഇന്റഗ്രേഷനിൽ വരുമ്പോഴാണ് അങ്ങനെ എഴുതുക. 2x വരുമ്പോൾ ഡിവൈഡഡ് ബൈ ഒരു 2ഉം കൂടെ ഇട്ട് കൊടുക്കണം ഇന്റഗ്രേഷനിൽ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ച റിസൾട്ടുകളാണ്. എന്നിട്ട് അതിന് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. 1/4 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് 1/4 കയറുമ്പോൾ അവിടെ സൈൻ ഇൻവേഴ്സ് 1/2 വരും, മറ്റോടത്ത് സൈൻ ഇൻവേഴ്സ് 0 വരും.
സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈൻ 1/2 ആകുന്ന ആംഗിൾ ആരാണ്? സൈൻ 1/2 ആകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. 30 എന്ന് പറഞ്ഞാൽ π/6. സൈൻ 0 ആകുന്ന ആള് 0 തന്നെയാണ്. അപ്പൊ 1/2 × π/6 ദാറ്റ് ഈസ് π/12 എന്ന് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തേന്റെ ഉത്തരം കിട്ടുക. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ ഇന്നിവിടെ എഴുതി വെക്കാം, നന്നായിട്ട് നോക്കുക. a to b f of x dx സമം a to b f of t dt. അതായത് ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ വേരിയബിൾ ഇന്റർചേഞ്ച് ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഇന്റഗ്രൽ a to b f of x dx ഈക്വൽ ടു മൈനസ് b to a f of x dx ആണ്. അതായത് ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ലിമിറ്റുകൾ നിങ്ങൾക്ക് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ പുറത്ത് മൈനസ് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇന്റഗ്രൽ a to a f of x dx 0 ആണെന്ന് കാണാം. സെയിം ലിമിറ്റ് ആണെങ്കിൽ ഇന്റഗ്രേഷൻ 0 ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to c f of x dx പ്ലസ് c to b f of x dx. അതായത് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലിമിറ്റ് എന്റെയും ബിന്റെയും ഇടയിലാണ്. നമുക്ക് ഇതിന്റെ ഇടയിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ സി എന്ന് പറയുന്ന ഒരാളും കൂടെ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്താൽ മതി? ആദ്യം ഇന്റഗ്രൽ a to c f of x കാണുക, പ്ലസ് ഇന്റഗ്രൽ c to b f of x കണ്ടാൽ മതി. ഇതാണ് മൂന്നാമത്തെ റൂൾ ആയിട്ട് പറയുന്നത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ റൂളിലേക്ക് പോകാം. ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of a plus b minus x എന്ന് എഴുതാം. a to b f of x dx ഇന്റഗ്രൽ a to b f of a plus b minus x dx എന്ന് എഴുതാം. ഒരുപാട് ചോദ്യങ്ങൾ ഇത് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അതിന്റെ തന്നെ ഒരു പെർട്ടിക്കുലർ ഫോം ആണ് അടുത്ത പ്രോപ്പർട്ടി ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x എന്ന് എഴുതാം. P5 എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താ? 0 to 2a f of x dx എന്ന് പറഞ്ഞാൽ 0 to a f of x dx പ്ലസ് 0 to a f of 2 minus 2a minus x എന്ന് എഴുതാം. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് റിസൾട്ടുകളാണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അതിനുശേഷം പറയാനുള്ള രണ്ട് പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അതിലൊന്ന് ഇന്റഗ്രൽ 0 to 2a f of x dx എന്ന് പറഞ്ഞാൽ 2 into ഇന്റഗ്രൽ 0 to a f of x ആണ്. എപ്പോ f of 2a minus x f of x ആവും. അത് 0 ആകും എപ്പോ f of 2a minus x minus f of x ആവും. രണ്ടാമത് പറയുന്നത് മൈനസ് a to a f of x dx എന്ന് പറഞ്ഞാൽ 2 into 0 to a f of x dx എന്ന് എഴുതാം. എപ്പോഴാണ് അത് പറ്റുക? f ഒരു ഈവൻ ഫംഗ്ഷൻ ആവുമ്പോൾ. ഈവൻ ഫംഗ്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? f of minus x equal to f of x ആവും. മൈനസ് a to a f of x dx 0 ആകും എപ്പോ? f ഒരു ഓഡ് ഫംഗ്ഷൻ ആവുമ്പോൾ. എന്താ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? f of minus x equal to minus f of x ആവുക. ഇത്രയാണ് നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാനുള്ളത്. ഇതിലെ ചില പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് HSAക്ക് സാധാരണയായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മോഡുലസ് ഫംഗ്ഷന്റെ ഇന്റഗ്രേഷനും അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ഒക്കെ കണ്ടെത്തുക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ തുടങ്ങുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചോ. ഇയാള് HSAക്ക് 2022 വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തുടങ്ങാം. ഇന്റഗ്രൽ 0 to π/2 sin raised to 4x divided by cos raised to 4x plus sin raised to 4x dx. ഇതെങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x dx എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ഇന്റഗ്രേഷന് i എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ആ iനെ ഞാൻ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് മാറ്റി ചെയ്ത് എങ്ങനെയാ 0 to π/2 sin raised to 4x പകരം a minus x. അപ്പൊ ഇവിടെ π/2 minus x ഡിവൈഡഡ് ബൈ cos raised to 4x പകരം π/2 minus x ആണ്. പ്ലസ് sin raised to 4x പകരം ഇവിടെ π/2 minus x എന്ന് വരുന്നുണ്ട്. ഇനി നോക്കാം. അലൈഡ് ആംഗിൾ പ്രകാരം ഇതിന് ചെറിയ മാറ്റങ്ങൾ വരും. എങ്ങനെയാ മാറ്റങ്ങൾ വരിക? i equal to 0 to π/2 sin raised to 4 π/2 minus x. π/2 minus x എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ സൈഡിന് ചേഞ്ച് വരൂല.
പക്ഷെ സൈൻ എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. അപ്പൊ മുകളിൽ കോസ് റേസ് ടു 4x എന്നായിട്ട് മാറും. അലൈഡ് ആംഗിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അറിയാത്തവര് അതൊന്ന് നോക്കി വെക്കണം. കോസ് റേസ് ടു 4 π/2 - x എന്ന് വന്നിട്ടുണ്ട്. അതെന്തായിട്ട് മാറും? π/2 - x ആകുമ്പോൾ അതും ചേഞ്ച് ചെയ്യും, സൈൻ റേസ് ടു 4x ആയിട്ട് മാറും. പ്ലസ് സൈൻ റേസ് ടു 4 × π/2 - x അയാൾ കോസ് റേസ് ടു 4x ആയിട്ട് മാറും. കോൺസെപ്റ്റ് അലൈഡ് ആംഗിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഐക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെയും ഐക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാൻ പോവാ. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? i + i 2i എന്ന് കിട്ടുന്നുണ്ട്. ഇന്റഗ്രൽ 0 to π/2 അതിന്റെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x എന്ന് കിട്ടുന്നു. കാരണം ഡിനോമിനേറ്റർ സെയിം. ഡിനോമിനേറ്റർ സെയിം ആവുമ്പോൾ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ എന്താ വരിക? സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x dx എന്ന് തന്നെ വരുന്നു. അതായത് സിംപ്ലിഫൈ ചെയ്താൽ അയാൾ 2i = 0 to π/2 അത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 1 dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2i സമം ഇന്റഗ്രൽ 0 to π/2 1 dx എന്ന് പറഞ്ഞാൽ x ആണ് ഫ്രം 0 to π/2. അതിൽ നിന്ന് 2i കാണാം, എക്സിന് π/2 കൊടുക്കുമ്പോൾ π/2 - 0 കിട്ടുന്നു. ദാറ്റ് ഈസ് 2i എന്ന് പറഞ്ഞാൽ π/2 കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് i കണ്ടെത്താം. 2 താഴേക്ക് ഇറങ്ങുമ്പോൾ π/4 എന്ന് കിട്ടുന്നുണ്ട്. Therefore i = π/4. ഓപ്ഷൻ ഡി is the right answer. ഇതാണ് അതിന്റെ മെത്തേഡ്. അപ്പൊ ഈ ചോദ്യം HSAക്ക് 2022 ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്റഗ്രൽ 0 to π/2 റൂട്ട് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് കോട്ട് തീറ്റ പ്ലസ് റൂട്ട് ടാൻ തീറ്റ ഡി തീറ്റ. ഇതാണ് അടുത്തതായിട്ട് ആ കാറ്റഗറിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. തുടങ്ങാം. എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്ക്. സെയിം റിസൾട്ട്, ഇതിന് i എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് നേരത്തെ ചെയ്ത പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എങ്ങനെയാ? ഇന്റഗ്രൽ 0 to π/2 റൂട്ട് ഓഫ് കോട്ട് തീറ്റയ്ക്ക് പകരം കോട്ട് π/2 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് തീറ്റയ്ക്ക് പകരം കോട്ട് π/2 മൈനസ് തീറ്റ പ്ലസ് ടാൻ തീറ്റയ്ക്ക് പകരം ടാൻ π/2 മൈനസ് തീറ്റ എന്ന് കിട്ടുന്നു. കൂടെ ഒരു ഡി തീറ്റയുണ്ട്. ദാറ്റ് ഈസ് i = ഇന്റഗ്രൽ 0 to π/2 കോട്ട് π/2 മൈനസ് തീറ്റ അഗെയിൻ കോട്ട് ചേഞ്ച് ആയിട്ട് ടാൻ ആയി മാറും. അപ്പോൾ അവിടെ ടാൻ തീറ്റ എന്ന് കിട്ടുന്നു. ഡിവൈഡഡ് ബൈ താഴെ അഗെയിൻ ടാൻ തീറ്റ പ്ലസ് ടാൻ π/2 മൈനസ് തീറ്റ ചേഞ്ച് ആയിട്ട് കോട്ട് തീറ്റ ആയിട്ട് മാറും അലൈഡ് ആംഗിൾ പ്രകാരം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇയാൾക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കും. എന്നിട്ട് ഞാൻ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക i + i എന്ന് പറഞ്ഞാൽ 2i എന്ന് കിട്ടുന്നു. ബാക്കി ഇന്റഗ്രൽ 0 to π/2 ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക ഉത്തരം 1. ഇനി ഞാൻ കൂട്ടുന്നില്ല, 1 d തീറ്റ എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 2i = ഇന്റഗ്രൽ 0 to π/2 1 d തീറ്റ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ തന്നെ കിട്ടും ഫ്രം 0 to π/2. ദാറ്റ് ഈസ് 2i സമം π/2 - 0 π/2 തന്നെ. ദാറ്റ് ഈസ് i സമം ഇൻറ്റു 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ π/2/2 π/4 എന്ന് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബി is the right answer. സെയിം പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ചെയ്യാൻ എളുപ്പമാണ്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്നൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. മുമ്പോട്ട് പോവാം. അടുത്ത ടൈപ്പിലുള്ള ചോദ്യം. ഇത് HSAക്ക് 2016 18 അങ്ങാണ്ടോ തമിഴ് മീഡിയത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇന്റഗ്രൽ 0 to 1 x × 1 - x ഹോൾ റേസ് ടു 9. ഇവിടെയും ഞാൻ സെയിം പരിപാടി ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 x എന്നുള്ളിടത്തൊക്കെ ഞാൻ a - x ആക്കുന്നു. അപ്പൊ x എന്നുള്ളിടത്ത് ഇവിടെ 1 - x ആയി മാറും. അടുത്തത് 1 - x എന്നുള്ളിടത്ത് എഗെയിൻ എന്തായിട്ട് മാറും? 1 - x ആയിട്ട് മാറും. പിന്നെ അപ്പുറത്ത് എന്തുണ്ടായിരിക്കും? ഒരു 9 ഉണ്ടായിരിക്കും. യൂസ് ചെയ്ത പ്രോപ്പർട്ടി ആരാ? ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a - x dx ആണ്. ഇതാണ് യൂസ് ചെയ്തത്. അപ്പൊ x എന്നുള്ളിടത്തൊക്കെ a - x കൊടുക്കണം. ഇവിടുത്തെ a - x എന്ന് പറഞ്ഞാൽ 1 - x ആ. അപ്പൊ x എന്നുള്ളിടത്തൊക്കെ ഞാൻ 1 - x കൊടുക്കുന്നു. 1 - x × 1 - x എന്നുള്ളിടത്ത് 1 - x ഹോൾ റേസ് ടു ഒരു 9 ഉണ്ടായിരിക്കും. അപ്പൊ നോക്കാം എന്തൊക്കെ ഇവിടെ നടക്കും. 0 to 1 1 - x × ഇവിടെ 1 -1 മൈനസും മൈനസും പ്ലസ് x ഹോൾ റേസ് ടു 9 എന്ന് കിട്ടുന്നുണ്ട്. ഈ +1 -1 വെട്ടിപ്പോയാൽ 0 to 1 1 - x × x റേസ് ടു 9 dx എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x⁻9 മൈനസ് x⁻9 ഇൻറ്റു x(x⁻10 dx എന്ന് കിട്ടും. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁻9 ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x⁻10/10 കിട്ടുന്നു, മൈനസ് x⁻10 ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x⁻11/11 കിട്ടുന്നു. ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? 0 to 1 അല്ലേ? ഉത്തരം നോക്കാം എങ്ങനെയാ? 1 ഇട്ട് കൊടുത്താൽ 1/10 മൈനസ് 1/11 വരുന്നുണ്ട്. 0 ഇട്ട് കൊടുത്താൽ 0 ആയി മാറും. 11 10 പോയാൽ 1 ആണ്. 10 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 110. ഉത്തരം കിട്ടുക 1/110. ഓപ്ഷൻ ഡി ആണ് ഉത്തരം കിട്ടുക. 1/110 എന്ന് കിട്ടുന്നുണ്ട്. അതായത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക? ഉത്തരം കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മുമ്പോട്ട് പോകുന്നു. ഒരു ചോദ്യം കൂടെ ചെയ്യാം, ശ്രദ്ധിച്ചോ. ഇന്റഗ്രൽ -1 to 2 mod x dx. അതെങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം നോക്കാം, ശ്രദ്ധിച്ചോ. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് തന്നെ, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ -x. അതാ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ. നോക്കാം എന്താ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ആണ്, എക്സ് 0ന്റെ താഴെ ആകുമ്പോൾ -x. നമ്മുടെ ലിമിറ്റ് വരുന്നത് -1 മുതൽ 2 വരെയാ. അപ്പൊ നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം? -1 to 0 വരെ ഫംഗ്ഷൻ -x dx, പ്ലസ് 0 to 2 വരെ ഫംഗ്ഷൻ x dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സിന്റെ ഇന്റഗ്രേഷൻ x²/2 ഫ്രം -1 ഇവിടെ 0, പ്ലസ് ഇവിടെ എക്സിന്റെ ഇന്റഗ്രേഷൻ x²/2 ഫ്രം 0 to 2. അപ്പൊ തുടങ്ങാം. മൈനസ് അവിടെ വെക്കുന്നു, എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 -1/2 പുറത്തേക്ക് വെക്കാം, അതാ നല്ലത്. എക്സിന് 0 ഇട്ട് കൊടുക്കുന്നു, -1 ഇട്ട് കൊടുക്കും, എത്രയാ കിട്ടുക? 1 കിട്ടുക. പ്ലസ് ആദ്യം എക്സിന് 2 ഇട്ട് കൊടുക്കുന്നു, 1/2 പുറത്തേക്ക് വെക്കാം, എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 4 ആണ്, -0 എന്ന് കിട്ടുന്നുണ്ട്. ഈ മൈനസും വെട്ടിയിട്ട് ഇവിടെ 1/2 കിട്ടും. ഇവിടെ 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 + 1/2 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഇത് HSA മാത്തമാറ്റിക്സിന്റെ കന്നഡ മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യം, അതുകൊണ്ട് ആ കന്നഡ ടേമുകളൊക്കെ വരുന്നത്. അപ്പൊ ചോദ്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചോദ്യം തന്നെ ഉള്ളൂ. ഒരു ചോദ്യം കൂടെ നോക്കാം, ശരിക്കും ശ്രദ്ധിക്കൂ. ഇന്റഗ്രൽ 1 to 4 mod x-2 dx. അഗൈൻ പ്രീവിയസ്ലി ചോദിച്ച ചോദ്യം. അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്താ x-2ന്റെ മോഡുലസ് വരുന്നത്? ആലോചിച്ചിട്ട് പറയും. x-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ x-2 തന്നെ, മോഡ് എക്സിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച്. x-2 ലെസ് ദാൻ 0 വരുമ്പോൾ -x-2 വരും. അതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. x-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആ. അപ്പൊ ആരാ? x-2 തന്നെ. x-2 ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ x ലെസ് ദാൻ 2 ആ. അപ്പൊ ആരാ? -x + 2 ദാറ്റ് ഈസ് 2 - x എന്ന് കൊടുക്കാം. ഇയാളാണ് കിട്ടുക. അപ്പൊ ആ ഇന്റഗ്രേഷൻ ചെയ്ത പരിപാടി ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ചോ. 2ന്റെ മുകളിലേക്ക് ഫംഗ്ഷൻ x-2, 2ന്റെ താഴേക്ക് ഫംഗ്ഷൻ 2 - x. നമ്മുടെ ലിമിറ്റ് കിടക്കുന്നതാണെങ്കിൽ 1ന്റെയും 4ന്റെയും ഇടയില. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? ഇന്റഗ്രൽ 1 to 2 ഫംഗ്ഷൻ 2 - x dx, പ്ലസ് ഇന്റഗ്രൽ 2 to 4 ഫംഗ്ഷൻ x-2 dx എന്ന് കിട്ടുന്നുണ്ട്. 2 - x ഇന്റഗ്രേഷൻ 2x - x²/2 ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? 2 ഇവിടെ ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. പ്ലസ് x-2ന്റെ ഇന്റഗ്രേഷൻ x²/2 - 2x ആണ്, ഫ്രം എവിടെ നിന്ന് അങ്ങോട്ടാ? 2 to 4 എന്ന് കിട്ടുന്നുണ്ട്. ആദ്യം എക്സിന് 2 ഇട്ട് കൊടുത്താൽ 2 × 2 4, -2² 4, 4/2 2. -1 ഇട്ട് കൊടുത്താൽ 2 1 2, -1/2 എന്ന് കിട്ടുന്നു. പ്ലസ് ഇവിടെ 4 ഇട്ട് കൊടുത്താൽ 4² 16, 16/2 8, -2 × 4 8 എന്ന് കിട്ടുന്നുണ്ട്. മൈനസ് ഇവിടെ എന്താ കിട്ടുക? 2 ഇട്ട് കൊടുത്താൽ 2² 4, 4/2 2 എന്ന് കിട്ടുന്നു. -2 × 2 4 എന്ന് കിട്ടുന്നുണ്ട്. 4 - 2 എന്ന് പറഞ്ഞാൽ 2, -2 - അര എന്ന് പറഞ്ഞാൽ ആരാണ്? 2 - അര, 2 അര പോയാൽ 1.5, 1.5 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ അവിടെ -3/2 എന്ന് കിട്ടുന്നുണ്ട്. 8 8 പോയി, ബാക്കി ഉണ്ടാവുക 2 4 കുറച്ചാൽ -2 ആണ്, മൈനസും +2 ആണ്. 2 2 4, 4 - 3/2 എന്നാ കിട്ടുക. 4 3.5, 4 1.5 പോയാൽ എത്രയാ കിട്ടുക നോക്കുക. 4 1.5 പോയാൽ 2.5 അല്ലേ കിട്ടുക. 2.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/2 ആണ്. ഉത്തരം വരിക ഓപ്ഷൻ സി. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നിന്ന് HSA മാത്തമാറ്റിക്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഇതിന്റെ ഹയർ ലെവലുകളൊക്കെ വരാം. ഇതൊക്കെ HSA മാത്തമാറ്റിക്സിന്റെ പ്രീവിയസിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക് യു.